ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുകഥ അവതരിപ്പിക്കുക. ഞാൻ എഴുതിയ കഥയാണ്. ഈ കഥയുടെ പേര് വൃദ്ധൻ എന്നാണ്. കാലവർഷവും ചുഴലിക്കാറ്റും കനത്ത നാശങ്ങൾ വിതച്ചുകൊണ്ട് മുന്നേറി. സകലതും വെട്ടിപ്പിടിക്കുകയും അതോടൊപ്പം പ്രപഞ്ചത്തിലെ സമസ്തവും തൻ്റെ കാൽക്കീഴിൽ നിലനിൽക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്ന മൂന്നക്ഷരത്തിന് ഈ വക പ്രതിഭാസങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുവാനേ കഴിയുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ. അന്ന് പതിവില്ലാതെ ഈ മൂന്നക്ഷരത്തിൽപ്പെട്ട ഏതാനും ചിലർ കോർപ്പറേഷൻ ഹാളിൽ ഒരു രഹസ്യയോഗം ചേർന്നു. തലക്കനം കൂടിയ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. ഒരു വൃദ്ധവൃക്ഷനായ എന്നെ നിശേഷം അവിടെ നിന്നും വെട്ടിമാറ്റണം എന്നതായിരുന്നു അവരുടെ തീരുമാനം. പ്രായാധിക്യത്താൽ ശോഷിച്ച എനിക്ക് അവരുടെ ഗൂഢാലോചന ഒരു കനത്ത പ്രഹരമായി തലക്കടിച്ച് എൻ്റെ വാർദ്ധക്യാഭിലാഷങ്ങളെ തെല്ലും മാനിക്കാതെയുള്ള അവരുടെ തീരുമാനങ്ങൾ എന്നിൽ വല്ലാതെ വിഷാദം പടർത്തി. ആ വിഷാദം എന്നെ എൻ്റെ ബാല്യകാലങ്ങളിലേക്കും കൗമാരത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ഭൂമിദേവിയുടെ ഗർഭഗൃഹത്തിൽ ഉറഞ്ഞു കിടന്നിരുന്ന ഞാൻ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയനായി പ്രപഞ്ചമെന്ന മഹാരഹസ്യത്തിലേക്ക് ഒരു ദിവസം തലനീട്ടി പുറത്തേക്ക് വന്നു. ഞാൻ നല്ലൊരു ഫാമിലിയിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട് മനുഷ്യർ എന്നെ നന്നായി പരിപാലിച്ചു. അതൊന്നും ഞാൻ തിരസ്കരിക്കുന്നില്ല. എന്നാൽ അതൊന്നും അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് എന്നിൽ നിന്നും ധാരാളം ഫലങ്ങൾ കൊയ്തെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഞാൻ അവർക്ക് ധാരാളം ഫലങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കൊടുമേനലിൽ അവരുടെ വളർന്നു വരുന്ന തലമുറകൾ എന്നിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നു. എൻ്റെ മടിത്തട്ടിൽ എല്ലാം മറന്നവർ വിശ്രമിക്കുകയും പാട്ടുപാടി നൃത്തമാടി ആഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് സന്തുഷ്ടരായ കവികൾ പോലും എന്നെക്കുറിച്ച് ധാരാളം കവിതകൾ എഴുതി പോന്നിരുന്നു. കൂടാതെ ഈ മൂന്നക്ഷരക്കാർ എൻ്റെ ചുറ്റിനും കൂടി നിന്ന് അനേകം ഗൂഢാലോചനകൾ നടത്തുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഭാഷാപരം ലഭിക്കാഞ്ഞതിനാൽ ഞാൻ അവരോട് പ്രതികരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, പ്രകൃതി മലിനീകരണത്താലും ഞാൻ വല്ലാതെ ഇപ്പോൾ വീർപ്പ് മുട്ടുന്നു. അതോടെ എന്നിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഫലങ്ങളെല്ലാം ശുഷ്കിച്ചു പോവുകയും നിറം മങ്ങുകയും എണ്ണം കുറയുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ മുതൽ അവർ ഞാനൊരു അധികപ്പറ്റാണെന്നും ദുസ്സഹനമാണെന്നും പറഞ്ഞു തുടങ്ങി. അവർ എന്നെ നിഷ്കരണം തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, എനിക്കെതിരെ അവർ ശബ്ദമുയർത്തുവാനും തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു ശല്യമാണെന്ന്
റോഡിന് തടസ്സമാണെന്നും മറ്റുമൊക്കെ പുരോഗമനവാദികളായ ചെറുപ്പക്കാരും വാദിക്കുന്നു. ബാധിച്ച് സ്ഥാപിക്കാനായി രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നു. എന്തായിരുന്നാലും ഇനി അധികനാൾ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം ആധുനിക മെഷീൻ വാളിൻ്റെ മൂളിച്ച ശബ്ദം കേൾക്കുന്ന ആ ഭയാനക നിമിഷത്തിലേക്ക് വേണ്ടി ഞാൻ കാതോർത്ത് നിൽക്കുന്നു. വൃക്ഷവൃദ്ധൻ എന്ന എൻ്റെ കഥ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.